നമ്മൾ ഇന്ന് PSC വിജയിക്കാൻ വേണ്ടിയുള്ള എളുപ്പവഴികളിൽ നോക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഒരു ഉത്തരം എന്നുള്ള പ്രത്യേക രീതിയാണ് ജയിക്കർ തലയെളുപ്പം എന്നുള്ള എൻ്റെ രീതി. നിങ്ങൾക്ക് ഈ രീതിയിലുള്ള 11 ബുക്കുകൾ എൻ്റെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. ശ്രീചിത്ര തിരുനാൾ എന്നുള്ള ഉത്തരം വരുന്ന ചില ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് തിരുവിതാംകൂറിൽ ആദ്യമായി റേഡിയോ നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം ശ്രീചിത്ര തിരുനാളാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അത് നിങ്ങൾക്കറിയാം, പള്ളിവാസൽ എന്നാണ്, ഇടുക്കി ജില്ലയിലാണുള്ളത്. അത് സ്ഥാപിച്ച ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം ശ്രീചിത്ര തിരുനാളാണ്. ശ്രീചിത്ര തിരുനാളാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളത്തിന്റെ തിരുവിതാംകൂർ പ്രദേശം ഭരിച്ചിരുന്നത്. അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്കെതിരായ പ്രക്ഷോഭം, പുന്നപ്രവയലാർ പ്രക്ഷോഭം എന്നിവയൊക്കെ ശ്രീചിത്ര തിരുനാളിന്റെ ഭരണകാലത്താണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ശ്രീചിത്ര തിരുനാളിനെ കുറിച്ച് ഉള്ള ഉത്തരമായി വരുന്ന ഒരു കാര്യം, സമുദ്രയാത്ര നടത്തിയ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീചിത്ര തിരുനാളാണ്. കേരള PSCയുടെ പൂർവികനായി നിവർത്തന പ്രക്ഷോഭണ സമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള ശ്രീചിത്ര തിരുനാളാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ശ്രീചിത്ര തിരുനാൾ തുടങ്ങി PSC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് ഇത് ഉള്ളത്. കൂടുതൽ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറായ 99 61 166 856 വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും തരുന്നതാണ്. നമ്പർ ഒന്നുകൂടി പറയാം, 99 61 166 856. ശ്രീചിത്ര ഉത്തരവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. സമുദ്ര യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്, പുന്നപ്രവയലാർ പ്രക്ഷോഭം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നു. അമേരിക്കൻ മോഡലിനെതിരായ പ്രക്ഷോഭം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ അതിരായ രാജാവായിരുന്നു. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നടന്നത്. റേഡിയോ നിലയം തിരുവിതാംകൂറിൽ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങളുള്ള ആളാണ് ശ്രീചിത്ര തിരുനാൾ.